ഇന്ന് പച്ചരി കൊണ്ട് അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. ഇത് 1/4 കപ്പ് പച്ചരിയാണ്. 2 മണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 അണി ശർക്കരയാണ് അലിയിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കണേ. ഈ സമയത്ത് തന്നെ നമ്മൾ ഈ കട്ട പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പായസം റെഡിയായി കിട്ടാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.